അടുത്തതായിട്ട് നമുക്കൊരു ലഘു നാടകമുണ്ട്. അവതരിപ്പിക്കുന്നത് ചിച്ചസ്റ്റർ ആൻഡ് ലിറ്റിൽ ഹാംപ്ടൺ യൂണിറ്റാണ്. നാടകത്തെ പറ്റിയുള്ള ബ്രീഫ് അവരുടെ യൂണിറ്റ് അംഗം നിങ്ങൾക്ക് തരുന്നതായിരിക്കും. സോ സിറ്റ് ബാക്ക് ആൻഡ് എൻജോയ്. സഹൃദയരെ, പഴയ നിയമ ബൈബിളിനെ ആസ്പദമാക്കി അവതരിപ്പിക്കുന്നതാണെങ്കിലും തികച്ചും ആനുകാലിക പ്രാധാന്യമുള്ള ഒരു വിഷയം നിങ്ങളുടെ ഏവരുടെയും ചിന്തയ്ക്ക് വിടുകയാണ്. അന്ധമായ ആശയങ്ങൾ കൊണ്ടും വിശ്വാസങ്ങൾ കൊണ്ടും മലിനമാക്കപ്പെട്ട മനസ്സുകൾ സ്വന്തം സഹോദരങ്ങളെ കൊന്നൊടുക്കുന്ന അതിഭയാനകമായ അവസ്ഥയിലേക്ക് ലോകം നീങ്ങുന്നു. സ്വന്തം നേട്ടങ്ങൾക്ക് വേണ്ടി സോദരൻ്റെ കണ്ടത്തിലേക്ക് മൂർച്ചയുള്ള ആയുധം ആഴ്ത്തുമ്പോൾ ജീവൻ്റെ അവസാന ഞരക്കം അടുത്ത ഇരയെ കൊല്ലുവാനുള്ള ഊർജമായി മാറുന്നു. ഈ അവസ്ഥ യുഗയുഗാന്തരങ്ങളായി ചങ്ങല പോലെ നീളുകയാണ്. ആ ചങ്ങലക്കണ്ണിയുടെ തുടക്കത്തിലേക്ക് എത്തിനോക്കുവാനുള്ള ഞങ്ങളുടെ ഒരു എളിയ ശ്രമം. ഒരറിയിപ്പ്: ഈ നാടകത്തിലെ രംഗങ്ങൾ കൊച്ചുകുട്ടികളിൽ ചിലപ്പോൾ ഭയം ജനിപ്പിക്കുവാൻ സാധ്യതയുള്ളതിനാൽ മാതാപിതാക്കൾ അവരെ ശ്രദ്ധിക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഖഡ്ഗാരവങ്ങളും ബയണറ്റുകളും സദാ ഗർജിച്ചുകൊണ്ടിരിക്കുന്നു. എങ്ങും മരണത്തിൻ്റെ ആർത്തനാദം. മകനെ തിരിയുന്ന അമ്മമാർ സഹോദരിമാരുടെ പ്രാണരോദനങ്ങളിലേക്ക് ശരശീയരാവുന്ന സഹോദരന്മാർ. പിതൃസ്നേഹത്തിൻ്റെ ആത്മനൊമ്പരങ്ങൾ. കണ്ണുനീരുണങ്ങി ഉറഞ്ഞ സാനുക്കളിൽ രക്തം. മരണത്തിൻ്റെ താണ്ഡവം ഇപ്പോഴും അവസാനമില്ലാതെ തുടരും. സാനുക്കളിൽ ചോരത്തുള്ളികൾ. മരണം മറന്നാടുന്ന രൂപങ്ങൾ മനുഷ്യന്റെ, മൃഗത്തിന്റെ, പ്രപഞ്ചത്തിന്റെ കബന്ധങ്ങളിൽ കൂർത്ത ഖഡ്ഗം പതിക്കുന്നു. ചുടുരക്തം, ചുടുമാംസം, അഗ്നിശകലങ്ങൾ. മരണം മർത്യന്റെ നിഴലായി പതിക്കുന്നു. കുഴിമാടം, ശവപ്പറമ്പ്, ചുടലക്കളം. മരണം, ആദ്യത്തെ മർത്യന്റെ മരണം. കോടാനുകോടി വർഷങ്ങൾക്ക് മുമ്പ് പ്രാകൃതരായ മനുഷ്യൻ കാടത്തത്തിന്റെ കിന്നരിത്തലപ്പാവുകൾ അണിഞ്ഞിരുന്നില്ല. രക്തം വാർന്നുണങ്ങാത്ത മനുഷ്യന്റെ മാംസം മനുഷ്യർ തന്നെ ഭക്ഷിച്ചിരുന്നില്ലേ? പൂരിപ്പിക്കാനാവാത്ത ഒരു സമസ്യയുടെ സത്യം പോലെ ഏതോ ബിന്ദുവിൽ നിന്ന് ആരംഭിച്ച ആദ്യത്തെ കൊലപാതകത്തിന്റെ പൊരുൾ ഞങ്ങൾ തേടുകയാണ്. ഹോയ് 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 ഹോയ്. എവിടെ നിന്നാണ് ഈ കാടത്വത്തിന്റെ കരിപുരുണ്ട നീർച്ചാലുകൾ ഇവരിലേക്ക് ഒഴുകിയെത്തിയത്? ശാപഗ്രസ്തത്വത്തിന്റെ കൊടിയ ഖഡ്ഗങ്ങൾ എങ്ങനെ ഇവരിൽ പതിച്ചു? ചോദ്യങ്ങളുടെ പരസ്യപ്പലകൾ നിരത്തുമ്പോൾ യാഥാർത്ഥ്യവും സത്യസന്ധവുമായ ഒരു ചോദ്യത്തിന്റെ ഉത്തരവരികൾ ഞങ്ങൾ തിരയുന്നു. ആദിയെ സൃഷ്ടിക്കുമ്പോഴും ജീവജാലങ്ങളെ സൃഷ്ടിക്കുമ്പോഴും ദൈവം ആഹ്ലാദചിത്തനായി. ദീർഘദൃഷ്ടിയായ ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ ഒരു നിമിഷം മൂകനായിരുന്നു. ആ മൂകതയുടെ പൊരുളാണ് ഈ നാടകം. സവിനയം, സാദരം ഞങ്ങൾ ഇവിടെ ആരംഭിക്കട്ടെ. അനുഗ്രഹിച്ചാലും. സാനുക്കളിൽ ചോരത്തുള്ളികൾ. ഞാൻ തിന്മയുടെ പ്രജാപതി. എവിടെയൊരു കുന്നുണ്ടോ അവിടെയൊരു താഴ്ചയുണ്ട്.
എവിടെയൊരു മലനിരയുണ്ടോ അവിടെയൊരു താഴ്വാരമുണ്ട്. എവിടെ സത്യമുണ്ടോ അവിടെ അസത്യമുണ്ട്. പിന്നെ ദൈവം അവൻ എവിടെയുണ്ടോ അവനെതിരായി ഈ സാത്താനുമുണ്ട്. ദൈവം സൃഷ്ടിച്ച ഈ ഭൂമിയിൽ രക്തപങ്കിലമായ കൈകളുള്ള ആദ്യത്തെ പാവിയെ ഞാൻ, ഈ സാത്താൻ, സൃഷ്ടിച്ചിരിക്കുന്നു. ഭൂമിയുടെയും ആകാശത്തിൻ്റെയും സർവചരാചരങ്ങളുടെയും സൃഷ്ടിക്കൊടുവിൽ ദൈവം മനുഷ്യന് ജന്മം നൽകി. ആദം. നിർത്തൂ കായൻ നിന്റെ ഈ ക്രൂരത. ഇല്ല, ഈ ക്രൂരതയിലൂടെയാണ് ഞാൻ ധനവാനാകുക. എന്റെയും ഇവറ്റുകളുടെയും വീർപ്പ് കൊണ്ട് ഞാൻ എന്റെ ധാന്യപ്പുരകൾ നിറയ്ക്കും. തൊഴുത്തുകളിലേക്ക് പോ. സാത്താന്റെ പാതയിലേക്കാണ് നിന്റെ ഈ കുതിപ്പ്. തെറ്റുകൾ കൊണ്ട് നീ നിന്റെ ശവക്കുഴി തോണ്ടുകയാണ്. തളരുകയാണ് കായൻ, ഞാൻ തളരുകയാണ്. തളരണം. നിങ്ങൾ തളർന്ന് നിലംപതിക്കുന്നത് എനിക്ക് കാണണം. കായൻ, വേദനിച്ചുവല്ലേ? സ്വാന്തനിപ്പിക്കുവാൻ ഞാനാര്? സ്നേഹം വാരിച്ചൊരിയുന്ന ഹാബേലുണ്ടല്ലോ, അവനോട് പറ ആ കണ്ണീര് നൊപ്പിത്തരുവാൻ. ഞാൻ പോകുന്നു. കായൻ, കായൻ, കേൾക്കുന്നില്ലേ? ആബേലിന്റെ മുരളികയിൽ നിന്നുയരുന്ന അതിമനോഹരമായ സംഗീതം. അവൻ തന്റെ ആട്ടിൻകൂട്ടങ്ങളെ പാടി ഉറക്കുകയാണ്. ഓ മകനെ ആബേൽ. ഹാബേൽ, ഹാബേൽ, ഹാബേൽ. ആ പേരെനിക്ക് മടുത്തു തുടങ്ങി. അവൻ ഈ മണ്ണിൽ ജന്മം കൊണ്ട അന്നു മുതൽ ഞാൻ അനുഭവിക്കുവാൻ തുടങ്ങിയതാണ് ഈ അവഗണന. അവന് നിങ്ങൾ നൽകിയതെന്തെങ്കിലും എനിക്ക് നൽകിയിട്ടുണ്ടോ? വെറുപ്പാണ് എനിക്ക് എല്ലാറ്റിനോടും. നീ വെറുക്കും, എന്നെ മാത്രമല്ല. ഒരു നാൾ നീ ദൈവത്തെയും തള്ളിപ്പറയും. ഉൾക്കാടുകൾക്കിടയിലൂടെയുള്ള നിന്റെ ഈ യാത്ര നിന്നെ അന്ധനാക്കും കായൽ, നിന്നെ അന്ധനാക്കും. എന്നെ ആരും ഉപദേശിക്കണ്ട. ആരും. കായൽ, കുഞ്ഞേ ഹാബേൽ, നീ എവിടെയായിരുന്നു? മലനിരകളിൽ നിന്ന് മലനിരകളിലേക്കുള്ള യാത്ര, പുൽമേടുകളിൽ നിന്നും പുൽമേടുകളിലേക്കുള്ള യാത്ര, തടാകങ്ങളിൽ നിന്ന് തടാകങ്ങളിലേക്കുള്ള യാത്ര. എൻ്റെ ആടുകൾ പുൽനാമ്പുകൾ തിരുന്നത് കാണുമ്പോൾ ഞാൻ ആഹ്ലാദഭരിതനാവുന്നു. അവർ തടാകത്തിലെ സ്ഫടികജലം മുത്തിക്കുടിക്കുന്നത് കാണുമ്പോൾ എൻ്റെ മനസ്സ് സന്തോഷത്താൽ തുള്ളിക്കളിക്കുന്നു. വരണ്ട നിലങ്ങളിൽ തെന്നുമുറിയ പണിയെടുത്ത് വിളനിലങ്ങൾ തീർക്കുന്നു. ആ വിളനിലങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സ്വർണ്ണമുത്തുകൾ അറപ്പുരയിൽ നിറയുന്നത് കണ്ടാണ് ഞാൻ ആഹ്ലാദിക്കുക. അല്ലാതെ നിന്നെ പോലെ ആട്ടിൻ പറ്റങ്ങളുടെ പിന്നാലെ തുള്ളി നടന്നിട്ടില്ല. സ്വാർത്ഥനാണടാ നീ, സ്വാർത്ഥനായ നിഷേധി. ജ്യേഷ്ഠനെ അന്ധനാക്കിയിരിക്കുന്നു. കൃഷിയിടങ്ങളിൽ നിന്ന് വരുന്ന കന്നുകളുടെ ദയനീയ രോദനം, ജ്യേഷ്ഠന്റെ ചാട്ടവാറുകളുടെ ഗർജനം കേട്ട് ഉറക്കത്തിൽ പോലും ഞാൻ ഞെട്ടിവിടാറുണ്ട്. ആ ചാട്ടവാറിന്റെ ഗർജനത്തിന്റെ ഫലമാണ് അറപ്പുരയിലെ ധാന്യങ്ങൾ. അത് തിന്ന് കൊഴുത്തിട്ടും നിനക്കൊന്നും നന്ദിയില്ലല്ലോടാ, നന്ദി. നിർത്തൂ കായൻ, അവകാശങ്ങൾ കൊണ്ടുള്ള നിന്റെ ഈ കസർത്ത് തകരുകയാണ് മകനെ, ഞാൻ തകരുകയാണ്. ഞാൻ മൃഗങ്ങളെ കൊണ്ട് ഉഴുതുമറിക്കുന്നു.
മൃഗങ്ങളുടെ കൂടെ ഉറങ്ങുന്നു. നിങ്ങളുടെയൊക്കെ ഭാഷയിൽ ഈ കായൻ വെറും ഒരു മൃഗമാണല്ലോ. സ്വന്തം സഹോദരനെ പാട്ടുപാടി ഉറക്കുമ്പോഴും അവനെ രാമച്ചമത്തയിൽ താരാട്ടുപാടുമ്പോഴും പട്ടുവസ്ത്രങ്ങൾ കൊണ്ട് പൊതിയുമ്പോഴും മുന്തിരിച്ചാറും വീഞ്ഞും നൽകി പരിചരിക്കുമ്പോഴും സ്നേഹവും ലാളനയും വാരിച്ചൊരിയുമ്പോഴും വെറും പച്ചിലകൾ കൊണ്ടുണ്ടാക്കിയ കിടക്കയിൽ മാതൃത്വത്തിന്റെ സ്നേഹവും പിതൃത്വത്തിന്റെ സംരക്ഷണവും സ്വപ്നം കൊണ്ടുറങ്ങിയിരുന്ന ഈ കായനെ കുറിച്ച് അങ്ങെപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? മൃഗമാണ് ഞാൻ, സംസാരിക്കാൻ അറിയാത്ത കായൻ എന്ന മൃഗം. മുരട്ട ചിന്തകളിലൂടെ അലയുകയാണ് നീ. എല്ലാ ബന്ധങ്ങളിൽ നിന്നും നീ അകന്നു പോകുന്നു. ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു. ദൈവം എന്റെ അടുത്ത് വന്ന് ചോദിച്ചു, എല്ലാം നൽകിയ എനിക്ക് നിങ്ങൾ എന്താണ് ബലിയായി നൽകുന്നത് എന്ന്. ആബേൽ, കായേൽ, നിങ്ങൾ എന്താണ് ദൈവത്തിന് ബലിയായി നൽകുന്നത്? ഞാൻ എന്റെ ആട്ടിൻകൂട്ടത്തിലെ ഏറ്റവും കൂടുതൽ ഒരു ആട്ടിൻകുട്ടിയെ ദൈവത്തിന് ബലിയായി നൽകും. കായേൽ, നീയോ? എന്റെ ധാന്യപ്പുരിലെ ഏറ്റവും മുന്തിയ ധാന്യങ്ങൾ ഞാൻ ദൈവത്തിന് ബലിയായി നൽകും. അതായിരിക്കും ദൈവം സ്വീകരിക്കുക. എന്റെ ആട്ടിൻകുട്ടിയെയും ദൈവം സ്വീകരിക്കും. നിന്റെ ആട്ടിൻകുട്ടിയെ ദൈവം പുറംകാലം കൊണ്ട് തട്ടിയെറിയും. ജ്യേഷ്ഠൻ ദൈവവിശ്വാസിയാണ്. നിർത്തൂ, കലഹത്തിന് ഒരുങ്ങണ്ട, വേഗം ബലിയർപ്പിക്കട്ടെ. ദൈവമേ, എന്റെ അധ്വാനത്തിന്റെയും വിയർപ്പിന്റെയും ഫലം അങ്ങ് സ്വീകരിച്ചാലും. ദൈവമേ, എന്റെ സ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും ബലി അങ്ങ് സ്വീകരിച്ചാലും. പറയുന്ന കേൾക്കും. നന്മയും കാരുണ്യവും എവിടെയുണ്ടോ അവിടെ എൻ്റെ ചൈതന്യം പതിഞ്ഞിരിക്കും. ഹാബേൽ, നിന്റെ ബലി ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. അപ്പോൾ ദൈവമേ, എന്റെ ബലിയോ? എന്റെ ബലി എന്തുകൊണ്ട് അങ്ങ് സ്വീകരിക്കുന്നില്ല? നന്മ നിറഞ്ഞവരെ ഞാൻ കാണുന്നു, അവരിൽ ഞാൻ നിറഞ്ഞു നിൽക്കുന്നു, അവരിൽ ഞാൻ ചൈതന്യം ചൊരിയുന്നു. കായേൻ, നീ നിന്നെ തിരിച്ചറിയുക. നീ നിന്റെ ശരീരത്തിൽ നിന്നും സാത്താനെ ഒഴിപ്പിച്ചു വിടുക. അന്ന് ഞാൻ സ്വീകരിക്കും നിന്റെ വഴിപാട്, അന്ന് മാത്രം. ഞാൻ തോൽക്കുന്നു, എവിടെയും തോൽക്കുന്നു. ദൈവത്തിന്റെ മുമ്പിൽ, പ്രപഞ്ചത്തിന്റെ മുമ്പിൽ, ബന്ധങ്ങളുടെ മുമ്പിൽ. ഹാബേൽ, എനിക്ക് വേണ്ടപ്പെട്ടതെല്ലാം നീ തട്ടിയെടുക്കുന്നു. ഇല്ല, ഒരിക്കലുമില്ല. ഹാബേൽ, നീ വളരുകയാണ്. സ്വാർത്ഥനും തന്റെ ഏടിയും ജ്യേഷ്ഠ വൈരിയുമായി നീ വളരുകയാണ്. ഇല്ല, നിന്റെ ഈ വളർച്ചയുടെ കഴുത്തിൽ ഞാൻ എന്റെ അറിവ് കത്തിയെറിയും. അരുത് ജ്യേഷ്ഠ, അരുത്. ഹാബേൽ, നീ ഇനി ജീവിച്ചിരുന്നു കൂടാ. എന്റെ മേടകൾ പിടിച്ചെടുത്തവനാണ് നീ. എന്റെ സിംഹാസനങ്ങൾ തട്ടിപ്പറിച്ചവനാണ് നീ. നിന്നെ എനിക്ക് കൊല്ലണം. അരുത് ജ്യേഷ്ഠ, അരുത് ജ്യേഷ്ഠ, അരുത്. രക്തം, സുടിരക്തം.
സാമ്രാജ്യത്തിൽ ഏക പ്രജാപതി കൊന്നു ഞാനവനെ. കായേൻ, കായേൻ, ഭൂമിയിൽ നിന്നും നിന്റെ അനുജന്റെ രക്തം എന്നോട് നിലവിളിക്കുന്നുവല്ലോ. കായേൻ, നിന്റെ സഹോദരൻ എന്റെ ഹാബേൽ എവിടെ? എനിക്കറിയില്ല. കായേൻ, നിന്റെ സഹോദരൻ എന്റെ ഹാബേൽ എവിടെ? എനിക്കറിയില്ല. നിർത്തൂ. ഞാനാണോ എന്റെ സഹോദരന്റെ കാവൽക്കാരൻ? ഞാനാണോ എന്റെ സഹോദരന്റെ കാവൽക്കാരൻ? ചരിത്രം കണ്ട ആദ്യത്തെ കൊലപാതകം. ഭൂമിയിൽ സഹോദരൻ സഹോദരനെ കൊന്നു. ഞാനാണോ എൻ്റെ സഹോദരൻ്റെ കാവൽക്കാരൻ? ചോദ്യം ഇന്നും ആവർത്തിക്കപ്പെടും. ഉത്തരം കാണാനാവാത്ത ഈ ചോദ്യം ഒരു സമസ്യ പോലെ വിറങ്ങലിച്ചു നിൽക്കുമ്പോൾ നിങ്ങൾക്കെന്താണ് പറയുവാനുള്ളത്? അതെ, നിങ്ങളാണോ നിങ്ങളുടെ സഹോദരൻ്റെ കാവൽക്കാരൻ?